നമ്മുടെ സെമി ഫൈനൽ മത്സരങ്ങളൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് തിരുവോണ ദിവസം നമ്മുടെ ടോപ്പ് സിംഗർ സീസൺ 5ന്റെ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെയാണ്. ഇന്നായിരുന്നു ലാസ്റ്റ് ഡേ നമ്മുടെ സെമി ഫൈനലിന്റെ. ഇപ്പം നമ്മൾ അറിയാൻ പോവാണ് ആരൊക്കെയായിരിക്കും ഇനി ടോപ്പ് സിംഗറിൽ എത്ര കണ്ടസ്റ്റൻസിനെ വെച്ചാണ് നമ്മൾ ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകുന്നത് എന്നുള്ളത്. അപ്പൊ MG അങ്കിളെ, ആരൊക്കെയായിരിക്കും നമ്മളുടെ കൂടെ ഉണ്ടാവുക? എലിമിനേഷനുള്ള സമയമാണ്. സത്യത്തിൽ എല്ലാവരും നന്നായിട്ട് പാടി, എല്ലാവരും നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റേജിൽ വന്ന് പാടുമ്പോഴത്തേക്ക് മനുഷ്യനല്ലേ, തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം. ദാറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. അപ്പോൾ അവർ പാടിയതനുസരിച്ചാണ് ഞങ്ങൾ 3 പേരും കൂടെ ചേർന്ന് മാർക്ക് ഇട്ടിരിക്കുന്നത്. ആ മാർക്കിൻ്റെ ബേസിസിൽ ഇപ്പം നമുക്ക് ആർക്കാണ് ഏറ്റവും ടോപ്പ്, ആർക്കാണ് ഏറ്റവും കുറവ് എന്നുള്ള അറിഞ്ഞൂടാ. ആരൊക്കെയാണ് ഇനി തിരുവോണത്തിൻ്റെ ഗ്രാൻഡ് ഫിനാലിൽ ഉള്ളതെന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കും അല്ലേ? അതെ, ഇപ്പം എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അറിയാം ആരാണ് ഇനി അടുത്ത ഫൈനലിലേക്ക് കിടക്കുക. അപ്പൊ പ്രേക്ഷകരെ നമ്മളെയും പോലെ ജഡ്ജസും എക്സൈറ്റഡ് ആണ് അല്ലേ? തീർച്ചയായിട്ടും. ശങ്കർ സാറിനും ആന്റിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ടോപ്പ് സിംഗറിലെ ഒരു സെമി ഫൈനൽ എക്സ്പീരിയൻസ്? ഭയങ്കര സൂപ്പറാണ്. ഇങ്ങനത്തുള്ള എക്സ്പീരിയൻസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കുറെ ഇവന്റിൽ പോയിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നത്തെ കുട്ടികളെല്ലാം യങ്സ്റ്റേഴ്സ് ആണ്. ഭയങ്കര എല്ലാം 8, 9, 10, 12. ഓ മൈ ഗോഡ്, ഭയങ്കര നന്നായിട്ട് അവരുടെ ഒരു എന്താ പറയണ്ട, അവർ അത് ക്യാരി ഓവർ ചെയ്യുന്നുണ്ടല്ലേ, അത് ഭയങ്കര ഒരു വിൽ പവറാണ്. ഭയങ്കര സത്യം പറഞ്ഞാൽ ഓരോരുത്തർ വരുമ്പോഴും അവർ വന്ന് ഇവിടെ പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമുക്കങ്ങ് അതിശയം തോന്നും. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഓരോരുത്തരും പാടുന്നത്. പിന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്സിലൊക്കെയാണ് അവരുടെ മാർക്ക് കുറയുന്നതും കൂടുന്നതും ഒക്കെ. എല്ലാവരും നന്നായിട്ട് പാടുന്നുണ്ട്. ഗ്രേറ്റ്, അത്രയേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഈ എൻജോയ്മെന്റിനൊക്കെ ശേഷം നമ്മൾ അറിയാൻ പോവാണ് ആരൊക്കെയായിരിക്കും തിരുവോണ ദിവസത്തിൽ നമ്മൾ കാണാൻ പോകുന്ന മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലയിൽ ഉണ്ടാവാൻ പോകുന്നത് ആരൊക്കെയാണ് എന്നറിയാനുള്ള സമയമാണ് ഇനി എലിമിനേഷൻ. പ്രേക്ഷകർ കാത്തിരുന്ന സെമി ഫൈനൽ ടോപ്പ് സിംഗറിന്റെ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമ്മൾ ഗ്രാൻഡ് ഫിനാലയിലേക്കാണ് പോകാൻ പോകുന്നത്. സെമി ഫൈനലിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ടോപ്പ് സിംഗർ സീസൺ 5ന്റെ 12 കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഇനി അങ്ങോട്ട് ഗ്രാൻഡ് ഫിനാലയിലേക്ക് പോകുമ്പം എത്ര പേരാണ് നമ്മളോടൊപ്പം ഉണ്ടാവുക, എത്ര പേരാണ് മത്സരത്തിൽ നിന്ന് മാത്രം മാറി നിൽക്കുക എന്നൊക്കെ അറിയാനുള്ള സമയം വന്നെത്തിയിരിക്കുകയാണ്. കാത്തിരിപ്പ് അവസാനിച്ചു അല്ലേ MG അങ്കിളെ? തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വൻപിച്ച സംഗീത സദ്യയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ 1 വർഷമായിട്ടുള്ള പ്രയാണം അതിൻ്റെ ഫൈനൽസാണ്. ആരും കാണാൻ മറക്കരുത്. വേറൊന്നുമല്ല, ഈ കുട്ടികളെല്ലാം കഴിവിൻ്റെ പരമാവധി അവർ പാടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് മിസ്റ്റേക്സ് വരുന്നവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാർക്സിൻ്റെ റേഞ്ചിൽ മാറിക്കിടപ്പുണ്ട്. പിന്നെ കുറച്ച് പേരിപ്പം എലിമിനേറ്റഡ് ആയിട്ട് പോകും. എങ്കിലും അവർ ഈ കുടുംബത്തിലായതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ തന്നെ കാണും. ആരായിരിക്കും ദ വിന്നർ? ഞങ്ങൾക്ക് പറഞ്ഞുകൂടാ, നിങ്ങൾക്ക് പറഞ്ഞുകൂടാ. ഒരു പക്ഷേ നമ്മുടെ പ്രപഞ്ചത്തിന് മാത്രമായിരിക്കും അറിയാവുന്ന ആ രഹസ്യം. അത് കാണാൻ മറക്കരുത്. ഇപ്പോൾ നമുക്ക് ഫൈനൽസിലേക്ക് പോകുന്ന ആരാണെന്ന് അറിയാം. 12 പേരാണ് സെമി ഫൈനൽസിൽ മത്സരിച്ച്. ആരൊക്കെയാണ് എന്ന് ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്യാം. ഈ 12 പേരാണ് സെമി ഫൈനൽസിൽ പാടിയ കുട്ടികൾ. അഖില, ഗൗതമി, ആർജിത, ആര്യൻ, നിഹാര, ദേവദർശ്, ദേവതീർത്ത്, ഋതുവീണ, സെബാമോൺ, പാർവണ, ശിവശങ്കർ ആൻഡ് ശ്രീലക്ഷ്മി. ഫിനാലയിൽ പങ്കെടുക്കുന്ന കുട്ടികൾ ആരൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷയുണ്ട്. അതുപോലെ തന്നെ നമുക്കും വളരെ ആകാംക്ഷയുണ്ട്. എന്തായാലും അതാരൊക്കെയാണ് നമുക്ക് നോക്കാം. ഈ 10 പേരുമായിട്ടാണ് നമ്മൾ ഫൈനൽസിലേക്കുള്ള യാത്ര. അഖില, ഗൗതമി, ആർജിത, ആര്യൻ, നിഹാര, ദേവദർശ്, ദേവതീർത്ത്, സെബാമോൺ, ശിവശങ്കർ കൃഷ്ണ ആൻഡ് ശ്രീലക്ഷ്മി.
ബാക്കി ആരും ഇവിടുന്ന് പോയതായിട്ട് കണക്കാക്കണ്ട. നിങ്ങൾക്ക് എല്ലാവരും ഫേവററ്റ് ആണ്. പക്ഷേ ഈ പോയവരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകാരാണ്. ഞങ്ങൾക്കും അവർ ഈ കുടുംബത്തിൽ തന്നെ കാണും ഫ്ലവേഴ്സ് ടോപ്സിൽ. അങ്ങനെ എം ജി അങ്കിളെ നമ്മൾ അറിഞ്ഞു ആരൊക്കെയായിരിക്കും ഗ്രാൻഡ് ഫിനാലയിലേക്ക് നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നുള്ളത്. ടോപ്പ് സിംഗർ സീസൺ 5ന്റെ ഗ്രാൻഡ് ഫിനാലയിലേക്ക് ഈ 10 കണ്ടസ്റ്റൻസുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കൂടുതലൊന്നും പറയാനില്ല. ഇന്ന് നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പ്രേക്ഷകർക്ക് അറിയാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്. അതെ, ഫ്ലവേഴ്സിന്റെ ഗോൾഡൻ സ്ക്രീനിൽ ഉച്ച മുതൽ രാത്രി വരെ ഈ ഷോ നടക്കുകയാണ്. ഒരു കാര്യം എല്ലാവർക്കും അറിയാനുള്ള ആകാംക്ഷയുണ്ട്. ആരായിരിക്കും ഒന്നാമൻ? ഹൂ വിൽ ബി ദ വിന്നർ?